കായംകുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിജു അദ്ദേഹം വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ ഇപ്പോൾ 4ാമത്തെ മത്സരമാണെന്ന് തോന്നുന്നു. മുമ്പ് 3 പരാജയങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പ്രതിഭാഹരിയെ പരാജയപ്പെടുത്തുമോ? ഞാനൊരു പ്രഡിക്ഷൻ നടത്തിയിൽ കായംകുളത്ത് ഞാൻ ലിജോയ്ക്കാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്നാലും അവിടെ ഒരു നേരിയ മാർജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിഭാഹരിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കായംകുളത്ത് ലിജുവും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ലിജു അവിടെ നിന്ന് ജയിച്ചു പോയാൽ പിന്നെ ആ സീറ്റ് കിട്ടില്ല എന്നറിയാവുന്ന നിരവധി കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. അതോ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ജയിച്ചാൽ പിന്നെ മരിക്കുന്നവരെ ആ സീറ്റ് അവർ വിട്ടുതരില്ല. അപ്പൊ അതുകൊണ്ട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലിജു തോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബലാബലത്തിൽ ആരായിരിക്കും മുൻപിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആലപ്പുഴയാണ്. പിന്നെ ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് എല്ലാ റീസൺസും ഉണ്ട് പി ചിത്രരഞ്ജനും തോറ്റേക്കും എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും എന്ത് ചെയ്തേക്കും. കാരണം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് സ്ഥാനാർത്ഥി അല്ലെ. മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്, അതുപോലെ ഹോട്ടൽ തൊഴിലാളിയുടെ ഒക്കെ മകനാണ്. അവിടെയും ഒരു ജാതീയപരമായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടാവും. ജാതീയമായിട്ടുള്ള കൺസൾട്ടേഷൻ മാത്രമല്ല, അതൊരു ഇപ്പൊ പണ്ട് ആഞ്ചലോസ് ഒക്കെ മത്സരിച്ചിരുന്ന പോലെ KS മനോജ് വേറൊരു സിറ്റുവേഷൻ ആണ്. അദ്ദേഹം ഡോക്ടറാണ്. ഞാൻ പറഞ്ഞ ആഞ്ചലോസിനൊക്കെ ഒരു മീൻ പിറക്കി നടന്ന ചെക്കൻ എന്നൊക്കെ VS വിളിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള പിന്നീട് പാർട്ടി മാറിയപ്പോ അപ്പൊ അത് വിളിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ആഞ്ചലോസ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന ഒരു ഇമേജ് ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിപ്പോ കഴിഞ്ഞ തവണ പ്രതിഭ അവിടെ നേരിട്ടതാണ്. കാരണം ഈ ആതിര ബാബു ഒന്ന് മത്സരിക്കാൻ വന്നപ്പോൾ വലിയ ഫൈറ്റ് ആയിരുന്നു. കാരണം 6000 ജില്ലാ വോട്ടിനാണ് പ്രതിഭ യഥാർത്ഥത്തിൽ കടന്നുകൂടിയത്. അപ്പൊ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരുപക്ഷെ CPM ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന ഒരു ജില്ലയായിരിക്കും. ഇതിലാകെയുള്ളത് ഈസി വാക്കോവർ എന്ന് പറയുന്നത് സജി ചെറിയാന്റെ ഒരു ജനകീയത എന്ന് പറയുന്നത് വലിയൊരു ജനകീയത.